ലോക്ക്ഡൌൺ നമുക്ക് അപരിചിതമല്ല. കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾ ആരും മറന്നിട്ടുമില്ല. മാറ്റങ്ങളോടെ മറ്റൊരു ലോക്ക്ഡൌൺ നമുക്ക് മുന്നിലുണ്ടോ? വീട്ടിൽ അടച്ചിരിക്കാതെ പരസ്പരം അകലം പാലിക്കാതെ ഒരു ലോക്ക്ഡൌൺ, നിയന്ത്രണങ്ങൾ പലതുള്ള വർക്ക് ഫ്രം ഹോം വീണ്ടും വരുന്ന ഒരു കാലം. ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളോടായി ചില കാര്യങ്ങൾ പറഞ്ഞു. കാര്യമുള്ള കാര്യം, ആശങ്കയുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും ലോക്കാകുമോ നമ്മൾ? हमें पेट्रोल डीजल का उपयोग कम करना होगा। പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് കർശന നിയന്ത്രണങ്ങൾക്ക് ആഹ്വാനം. കോവിഡ് കാലത്തേതിന് സമാനമായ നിയന്ത്രണം വേണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമെന്ന സൂചനകളാണ് ഇന്നലെ തെലങ്കാനയിലെ പ്രസംഗത്തിൽ അദ്ദേഹം പങ്കുവച്ചത്. ആ നിർദ്ദേശങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എന്താണെന്ന് നോക്കാം. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നതിൽ പരമാവധി നിയന്ത്രണം വേണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന പ്രതിസന്ധി ഉണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് കാർ പൂളിംഗ് അടക്കം നടപ്പിലാക്കണം. അതായത് ഒരു ഓഫീസിലേക്ക് പോകുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാർ ഉപയോഗിക്കാതെ ഒരുമിച്ച് വാഹനത്തിൽ പോകണമെന്നുള്ളതാണ് പറയുന്നത്. ഈ പെട്രോൾ ഡീസൽ വിലയൊക്കെ കുറയ്ക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചത്. അതായത് കാർ പൂളിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതിലേക്ക് എല്ലാവരും കടക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഇന്ധന ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നും പറഞ്ഞു. മെട്രോ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണം. വിദേശ യാത്രകൾ മാറ്റിവെച്ച് വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, രാജ്യത്തിന്റെ വിദേശ നാണ്യം സംരക്ഷിക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി ഒഴിവാക്കണം. ഒരു വർഷത്തേക്കെങ്കിലും സ്വർണം വാങ്ങൽ കുറയ്ക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൽ ഒരുപാട് സൂചനകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. युद्ध की वजह से पूरी दुनिया में पेट्रोल, डीजल, गैस और फर्टिलाइजर के दाम बहुत अधिक बढ़ चुके हैं। इसलिए पेट्रोल डीजल का संयम से इस्तेमाल करना। साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। साथियों, हमने कोरोना के समय में वर्क फ्रॉम होम की, ऑनलाइन मीटिंग्स की, वीडियो कॉन्फ्रेंस की, ऐसी अनेक व्यवस्थाएं विकसित की और हमें आदत भी हो गई थी। आज समय की मांग ऐसी है कि उन व्यवस्थाओं को हम फिर से शुरू करें तो वो देश हित में होगा। वर्क फ्रॉम होम, ऑनलाइन कॉन्फ्रेंसिंग, वर्चुअल मीटिंग, इनको हमें फिर से प्राथमिकता देनी है। അതേസമയം കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. രാജ്യം സാമ്പത്തിക ദുരന്തത്തിലേക്കാണോ നീങ്ങുന്നതെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. നോബിൾ മാരിക്കാരനും YS അഭിനന്ദും ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യം നോബിളിലേക്കാണ്. നോബിൾ, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാജ്യം അത്ര ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത്. അതിൽ ആശങ്കയുമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് വലിയ നിയന്ത്രണങ്ങളിലേക്ക് ഓരോരുത്തരും സ്വയം കടക്കണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നത്. അതിൽ ഓരോ ഘടകങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ധനവില അതെന്നു കൂടുമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ നിയന്ത്രണം വരുത്തണമെന്ന് പറയുമ്പോൾ ഒരു കോവിഡ് കാലത്തിന് സമാനമായ ഒരു കാലത്തിലേക്ക് നമ്മൾ കടക്കുമോ? അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. റോഷ്നി, പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യം, പ്രത്യേകിച്ച് ഇന്ധന പാചകവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആശങ്ക വേണ്ട എന്നാണ് പല ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പക്ഷേ പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ പ്രസംഗം, അതിൽ അദ്ദേഹം പറഞ്ഞ ചില നിർദ്ദേശങ്ങൾ, ചില നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിൽ വേണം എന്നതാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടികൾ ആവശ്യമാണ്. കാരണം ലഭ്യത വളരെ കുറവാണ്.
ഈ പറഞ്ഞ ഹോർമുസ് അടക്കമുള്ള ഇടങ്ങളിൽ കൂടി കപ്പലുകൾക്ക് വരാനുള്ള പ്രതിസന്ധിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ, അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യാൻ പ്രതിസന്ധികൾ നേരിടുന്നത്. ആ പശ്ചാത്തലത്തിൽ രാജ്യം ഒരു ഇന്ധന പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന്റെ സൂചന കൂടി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പല നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ഇന്ധനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആളുകൾ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങളെ ഉപയോഗിക്കണം. സ്വന്തമായി കാറുകളോ ബൈക്കുകളോ ഉപയോഗിക്കുന്നതിന് പകരം പൊതുഗതാഗത സംവിധാനം, മെട്രോകൾ, ട്രെയിനുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ബസ് സർവീസുകളെയൊക്കെ ആശ്രയിക്കണം. അതോടൊപ്പം തന്നെ ചരക്ക് നീക്കത്തിന് പ്രധാനമായും ഇന്ത്യൻ റെയിൽവേ തന്നെ ആശ്രയിക്കാൻ നടപടികൾ ഉണ്ടാകണം. ഈ പറഞ്ഞ വർക്ക് ഫ്രം ഹോം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട്, ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി വിദേശ യാത്രകൾ, സ്വർണം വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വർഷത്തേക്ക് നിർത്തിവെക്കണം, അല്ലെങ്കിൽ ആ നടപടികൾ ഉണ്ടാകരുത് അടക്കമുള്ള കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഒരു ലോക്ക്ഡൌണിൽ അടക്കമുള്ള കാര്യം, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഇതൊക്കെ നമ്മൾ ചെയ്ത് പരിചയമുള്ള കാര്യങ്ങളാണ്. ഒരു പ്രതിസന്ധി ഘട്ടം ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ നിർദ്ദേശം മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതാണെങ്കിലും അതീവ ഗൗരവത്തോടെ തന്നെ വേണം പ്രധാനമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി ഇല്ല, ഇന്ധന പ്രതിസന്ധി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഇന്ധനവില വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്ന വിവരങ്ങൾ വരുമ്പോഴാണ് അതിനപ്പുറം ഒരു നിയന്ത്രണം ഇതിൽ ആവശ്യമാണ്. ഇന്ധനവില കൂട്ടിയതുകൊണ്ട് മാത്രം നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാം. ആളുകൾ അത്തരത്തിൽ നിയന്ത്രണത്തിലേക്ക് പോയെങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കാൻ കഴിയുള്ളൂ എന്ന് കേന്ദ്രം വിലയിരുത്തുന്നു. നിയന്ത്രണം എന്ന് പറയുന്നുവെങ്കിലും നോബൽ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അഭിനന്ദിച്ചിരുന്നു. അഭിനന്ദ്, ഈ ഒരു ഘട്ടത്തിലെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെയും വരാൻ പോകുന്ന നിയന്ത്രണങ്ങളെയും ഒക്കെ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? റോഷ്നി, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയതായിരുന്നു ഇന്ധന വില വർധന ഉണ്ടാകില്ല, പെട്രോൾ ഡീസൽ പ്രതിസന്ധിയില്ല എന്നൊക്കെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയതാണ്. പക്ഷെ അത് പിന്നാലെ മാറ്റുന്നത് കണ്ടു. ഇരുട്ടടിയായി പിറ്റേ ദിവസം മുതൽ ഓരോന്നിന്റെ വില വർദ്ധിപ്പിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്നലെ വന്നത്. ചില വിചിത്രമായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഇന്ധന പ്രതിസന്ധി മറികടക്കാനുള്ള യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനകത്തില്ല. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രിക്ക് ഒരു ധാരണയുമില്ല. പ്രതിസന്ധി സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒഴിവാക്കാനുള്ള നടപടിയായി സ്വീകരിക്കുന്നില്ല. സാധാരണ പൗരനെ അസൗകര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. സർക്കാർ നീക്കം അങ്ങേയറ്റം ലജ്ജാകരമാണ്, വീണ്ടും വിചാരമില്ലാത്തതാണ്, അധാർമികമാണെന്നും പ്രതിപക്ഷം പറയുന്നു. തിരഞ്ഞെടുപ്പ് ഭരണം പിടിക്കലും അജണ്ടയാകുമ്പോൾ വരാനിരിക്കുന്ന സാമ്പത്തിക ദുരന്തമാണ്. ഇന്ധന ഗ്യാസ് ലഭ്യത ഉറപ്പാക്കാൻ എന്തെങ്കിലും ഒന്ന് കേന്ദ്ര സർക്കാരിന് ചെയ്തുകൂടെ എന്നാണ് ഇപ്പോൾ KC വേണുഗോപാൽ ചോദിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധങ്ങൾക്കും ഇപ്പോൾ തുടക്കമിടാൻ ഇന്ത്യ സഖ്യമടക്കം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ചില വിചിത്ര മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതാണ് പ്രധാനമന്ത്രിയുടെ ഈ അവസാനത്തെ ആഹ്വാനത്തോടു കൂടി തന്നെ വലിയ പ്രതിഷേധവും ഇനി കാണാനിരിക്കുകയാണ്. ഇന്ത്യ സഖ്യമൊക്കെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.